ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ നോമ്പുകാലത്തെ പ്രായശ്ചിത്തത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കുറേയും കൂടി നമ്മെ വിശുദ്ധീകരിക്കാനുള്ള ദിവസങ്ങളായിട്ട് തിരുസഭ മാതാവ് നൽകിയ നോമ്പ് ദിവസങ്ങൾ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ എന്തെന്ന് കണ്ടെത്തി ഒരുപക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ദിവസങ്ങളും കൂടിയായിട്ട് ഈ ദിവസങ്ങളെ കാണുക. എന്നിട്ട് വേണ്ട രീതിയിലുള്ള ചില തിരുത്തലുകൾ നടത്താനും നമ്മൾ നടത്തിയ തിരുത്തലുകൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാനുള്ള ഒരു വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാനും കൂടിയാണ് ഈ നോമ്പുകാലം തിരുസഭ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രത്യേകമായി ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ദൈവവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങളാണ്. അവിടെ മനോഹരമായ രീതിയിൽ സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മൾ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചതുകൊണ്ട് മാത്രം സ്വർഗരാജ്യം അല്ലെങ്കിൽ നിത്യജീവൻ നമുക്ക് കിട്ടണമെന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. ഇവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് കണ്ടെത്തി അത് സ്വീകരിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ സ്വർഗരാജ്യത്തിന് അല്ലെങ്കിൽ നിത്യജീവന് നമ്മൾ അർഹരാകുന്നത്. ഒരുപക്ഷെ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, നമ്മൾ ചെറിയ പരിത്യാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടാകാം. അതൊക്കെ ഒരു പരിധിവരെ നല്ലത് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഞാൻ എൻ്റെ ദൈവത്തെ എങ്ങനെയാണ്, എൻ്റെ ഈശോയെ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, ഈശോയെ സ്നേഹിക്കാനായിട്ട് എനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതാണ് എൻ്റെ ജീവിതത്തെ മാറ്റുരച്ചു നോക്കുന്നത്. അതിനെ ഒരു ഉദാഹരണമൊക്കെ സുവിശേഷത്തിൽ പറയുന്നത് വിവേകമതിയായ മനുഷ്യനും വിവേകശൂന്യനായ മനുഷ്യനെ കുറിച്ചൊക്കെയാണ്. എനിക്ക് തോന്നുന്നു സുവിശേഷത്തിലെ ആകെ 1-2 സ്ഥലത്തൊക്കെ മാത്രമാണ് ഈ വിവേകത്തെ കുറിച്ച് അധികം സംസാരിക്കുന്നത്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം തന്നെ 25-ാം അധ്യായത്തിലെ 1-ാമത്തെ തിരുവചനം മുതൽ ആരംഭിക്കുന്നത് 10 കന്യകമാരുടെ ഉപമകൾ പറഞ്ഞുകൊണ്ടാണ്. സ്വർഗരാജ്യത്തെ കുറിച്ച് പറയാനായിട്ട് ഈശോ 10 കന്യകമാരുടെ ഉപമകൾ പറയുമ്പോൾ അവിടെ 5 പേര് വിവേകവതികളും 5 പേര് വിവേകശൂന്യരുമാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന സുവിശേഷ ഭാഗമായ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 21-ാമത്തെ വചനം മുതലുള്ളതിലും ഏതാണ്ട് ഇതേപോലെ തന്നെ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. വിവേകമുള്ളൊരു മനുഷ്യൻ, വിവേകമില്ലാത്തൊരു മനുഷ്യൻ. എന്താണ് വിവേകമുള്ള മനുഷ്യൻ ചെയ്യുന്നത്? വിവേകമുള്ള മനുഷ്യൻ ചെയ്യുന്നത്, അവൻ ഭവനം പണിയുന്നുണ്ടെങ്കിൽ അത് പാറപ്പുറത്തായിരിക്കും പണിയുക. പാറപ്പുറത്ത് ഭവനം പണിയുന്നതിന്റെ പ്രത്യേകത നമുക്കറിയാം. അത് കാറ്റൂതിയാലും അല്ലെങ്കിൽ മഴ പെയ്താലും അല്ലെങ്കിൽ വലിയ കൊടുങ്കാറ്റ് വന്നാലും വെള്ളപ്പൊക്കം വന്നാലും അതിനൊന്നും സംഭവിക്കില്ല. ഇനി വിവേകമില്ലാത്ത മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? അവൻ പാറപ്പുറത്തിന് പകരം മണൽപ്പുറത്ത് ഭവനം പണിയും. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അത് നമുക്ക് സ്വീകാര്യമാകുമ്പോഴാണ്, അത് നമുക്ക് ഉപകാരപ്രദമാകുമ്പോഴാണ് ദൈവത്തിന്റെ വചനം നമ്മളിൽ ജനിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുക. അത് വെറുതെ വായിച്ചു കളയാനുള്ളതല്ല ദൈവത്തിന്റെ വചനം, വെറുതെ ചിന്തിച്ചു കളയാനുള്ളതല്ല. എന്തുകൊണ്ടാണ് ഇത് ഇന്നത്തെ ദിവസം നമുക്ക് തിരുസഭ മാതാവ് നമ്മുടെ ചിന്തയ്ക്കായിട്ട് നൽകുന്നത്? അതായത് ഈ വിവേകത്തോടു കൂടി പ്രവർത്തിക്കുക. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിവേകമില്ലായ്മയാണ്. വിവേകത്തോടുകൂടി പ്രവർത്തിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാകും. നമ്മൾ പല കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ്. ഒരു കുഞ്ഞു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ വീട് വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ വിവേകത്തോടെയാണ് നമ്മൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ടത് എൻ്റെ ആവശ്യം എന്താണ്, എൻ്റെ കുടുംബത്തിന്, ഒരു ചെറിയ കുടുംബത്തിന് എത്രമാത്രം വലിയ വീട് വേണം, അവിടെ എന്തെല്ലാം സൗകര്യങ്ങൾ വേണം. അത് ഞാൻ വിവേകത്തോടെ ചിന്തിക്കുമ്പോൾ എനിക്കൊരിക്കലും അതിൽ നിന്ന് സങ്കടകരമായ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഒരുപക്ഷെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ അപരൻ്റെ അല്ലെങ്കിൽ എൻ്റെ അയൽവാസിയുടെ വീട് വലിയ വീടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ സ്വന്തക്കാരുടെ വലുതാണ്, അതുകൊണ്ട് ഞാൻ പണിയുമ്പോൾ അതുപോലെ തന്നെ വേണം, കുറേ നാളുകളായിട്ട് എൻ്റെ ആഗ്രഹം അതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ കടമൊക്കെ എടുത്ത് നമ്മളൊരു വീടൊക്കെ പണിത് കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും പറയും നന്നായിരിക്കുന്നു, ഭംഗിയുണ്ട്, നല്ല വീടാണ്, ദൈവാനുഗ്രഹമാണ് എന്നൊക്കെ പറയും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കടം വീട്ടാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് വീണ്ടും വീണ് ആ വീട് പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇവിടെയാണ് വിവേകം എന്ന് പറയുന്ന ആ പുണ്യം നമുക്കുണ്ടായിരിക്കേണ്ടത്. ഇത് എല്ലാ മേഖലകളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഒരു വാഹനം വാങ്ങുന്നു, നമുക്ക് ആവശ്യമാണോ അത്?
അത്യാവശ്യമാണത്, ആഡംബരമാണോ അത് നമ്മളൊന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കള്, നമ്മുടെ വസ്ത്രം, നമ്മുടെ മൊബൈൽ ഫോണ്, ഇതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ വിവേകത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു സമയമാണ്. അപ്പോഴാണ് നമ്മൾ പാറപ്പുറത്ത് ഭവനം പണിത വിവേകമതിയായ മനുഷ്യനെ തുല്യനാകുള്ളൂ. അതുകൊണ്ട് ഈ വളരെ ലഘുവായ രീതിയിൽ സുവിശേഷത്തെ നമുക്ക് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ചും കൂടി വിവേകത്തോടു കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ മക്കളെ വളർത്തുമ്പോൾ കുറച്ചും കൂടി വിവേകം കാണിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. ആദ്യ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇന്ന് മക്കളുടെ കാര്യത്തില് ആദ്യമൊക്കെ മക്കളുടെ എണ്ണം കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പങ്കുവെക്കൽ കൂടുതലായിരുന്നു. ഉള്ളത് കൊണ്ട് പങ്കുവെക്കാനായിട്ട് എല്ലാവർക്കും ഒരു അതല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വീട്ടിൽ ഞങ്ങള് സഹോദരങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് ലഭിക്കുന്ന സാധനങ്ങൾ എന്ത് തന്നെയായാലും അത് ഒരു ഭക്ഷണ വസ്തു ആയാൽ പോലും അത് പങ്കുവെച്ചിട്ടാണ് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അത് പങ്കുവെക്കണമായിരുന്നു. അത് എല്ലാവർക്കും ഉള്ളതായിരുന്നു, എല്ലാവരുടേതായിരുന്നു. പക്ഷെ ഇന്ന് ആ മക്കളുടെ എണ്ണമൊക്കെ കുറഞ്ഞപ്പോഴും നമുക്ക് സാമ്പത്തികമായ ഒരു അല്പം സുസ്ഥിരത വന്നപ്പോഴും നമ്മൾ ഈ പങ്കുവെക്കുന്ന കാര്യത്തിൽ വളരെയധികം ചെറുതായി പോയി. അവിടെ നമുക്ക് ഒത്തിരി വിവേകമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമ്മുടെ മക്കളാണ് എന്ന് കരുതി ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരന്മാരും സുന്ദരികളും ഈ മക്കളാണെന്ന് നമ്മൾ ചിന്തിച്ചേക്കരുത്. നമ്മുടെ മക്കളാണെന്ന് കരുതി ഈ മക്കൾക്കാണ് ഈ ലോകത്തിലെ ഏറ്റവും കഴിവുള്ളവരെന്ന് നമ്മൾ ചിന്തിച്ചേക്കരുത്. നമ്മുടെ മക്കളുടെ കഴിവിനും നമ്മുടെ മക്കളുടെ സൗന്ദര്യവും എന്താണെന്ന് കണ്ടെത്തി അത് വിവേകത്തോടു കൂടി വളർത്തിയെടുക്കുമ്പോഴാണ് നമ്മൾ സ്വർഗരാജ്യത്തിന് അവകാശിയാവുക. മക്കൾക്കൊക്കെ പുണ്യത്തിൽ വളർത്താനായിട്ട് സാധിക്കണം. വിവാഹം എന്ന കൂദാശയിൽ പറയുമ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: മക്കളെ പുണ്യത്തിൽ വളർത്തുക. അപ്പോൾ ആ മക്കളെ പുണ്യത്തിൽ വളർത്തുമ്പോഴാണ് നമ്മൾ വിവേകത്തോടെ ചിന്തിക്കുന്നവരാവുക. ഞാൻ ഈ സുവിശേഷ ഭാഗത്തെ കുറേയും കൂടി നമ്മുടേതായ രീതിയിൽ ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ദൈവശാസ്ത്രപരമായ കാര്യത്തെയോ അല്ലെങ്കിൽ അതിന്റെ ഉത്ഭവത്തെക്കുറിച്ചോ ഒന്നുമല്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി വിവേകത്തോടു കൂടി നമുക്ക് ആയിരിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ മക്കളെ പുണ്യത്തിൽ വളർത്തുന്ന ആ കൂദാശ സ്വീകരിച്ചിട്ട് നമുക്ക് ദൈവം ദാനമായി മക്കളെ നൽകിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ മക്കളെ പുണ്യത്തിൽ വളർത്തുമ്പോഴാണ് എനിക്ക് വിവേകത്തോടെയുള്ള ഒരു അപ്പനാണ്, വിവേകമുള്ള ഒരു അമ്മയാണെന്ന് ഞാൻ പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ ഭവനം പണിയുക എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം തന്നെ ഒരു ഭവനമാണ്, ഒരു സമൂഹം തന്നെ ഒരു ഭവനമാണ്, ഒരു രാഷ്ട്രം ഒരു ഭവനമാണ്. ആ രീതിയിൽ നമ്മൾ ഈ വചനത്തെ കാണാനായിട്ട് സാധിക്കണം. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ പുറത്തു വരുന്ന പല വാർത്തകളും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും ലജ്ജിപ്പിക്കുന്നതുമായ വാർത്തകളാണ്. ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കള്, മദ്യത്തിന് അടിമപ്പെട്ടു പോയ മക്കള്, അതുപോലെ തന്നെ തെറ്റായ ജീവിതത്തിന്റെ ആ സുഖ സന്തോഷങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന മക്കള്, അവരൊക്കെ ഇന്ന് വലിയ ഒരു അതിന്റെ നമ്പറൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ. ഇപ്പൊ ഈ അടുത്ത നാളുകളൊക്കെ നമ്മൾ വലിയ വാർത്തയായിട്ട് കാണുന്നത് സ്കൂൾ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പണ്ടൊക്കെ നമുക്കൊരു സങ്കടമായിരുന്നു. തിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഇനി 10 വർഷം വരെ ഒരുമിച്ച് പഠിച്ചവരെ ഇനി നമുക്ക് കാണാൻ സാധിക്കില്ലല്ലോ എന്നുള്ള ഒരു സങ്കടത്തിലും നമ്മൾ പരസ്പരം കെട്ടിപ്പിടിക്കാനും കൈ കൊടുക്കാനും നമ്മൾ ആലിംഗനം ചെയ്യാനൊക്കെ നമ്മൾ പരിശ്രമിച്ചിരുന്നെങ്കിൽ നമുക്കൊരു സങ്കടമാണ് ആ ദിവസം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു ആക്രമണ സ്വഭാവത്തിലേക്ക് ആ ദിവസം മാറുകയാണ്. മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും, അത് മുന്തിയ ലഹരി വസ്തുക്കളാണ് നമ്മുടെ കുഞ്ഞു കുട്ടികൾ പോലും ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ മാതാപിതാക്കളുടെ ഒരു വിവേകം നമ്മൾ എടുത്തു കാണിക്കേണ്ടതാണ്. വിവേകത്തോടെയുള്ള അപ്പനും അമ്മയും ആണ് മക്കളെ വളർത്തണമെന്നുണ്ടെങ്കിൽ ഒരു കൊച്ചും ഒരു വഴിതെറ്റി പോവുകയില്ല. അപ്പൊ അതുകൊണ്ട് കൊച്ചുങ്ങളുടെ വസ്ത്രധാരണം വിവേകത്തോടെ ആയിരിക്കണം. എൻ്റെ കൊച്ചുങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഒരു പ്രദർശന വസ്തുവായി വെച്ചിട്ട് മറ്റുള്ളവർ എൻ്റെ കൊച്ചിനെ നോക്കിയിട്ട് അവർക്കത് പ്രലോഭന ഹേതുവാകുന്നുണ്ടെങ്കിൽ ഈശോ പറയുന്നുണ്ട്, ആര് മൂലം പ്രലോഭനം ഉണ്ടാകുന്നുവോ അവന് ദുരിതം എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ എൻ്റെ മക്കളുടെ വസ്ത്രധാരണത്തിൽ ഒരു വിവേകപൂർണമായ ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ടാകണം. അതുപോലെ തന്നെ ഞാനൊരു കുടുംബനാഥനാണെങ്കിൽ എൻ്റെ കുടുംബത്തെ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ കുടുംബം, എൻ്റെ കുടുംബത്തിന്റെ ഒരു സാമ്പത്തിക ബജറ്റ്, ഇവിടെയൊക്കെ ഞാൻ വിവേകപൂർണമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഞാൻ ജീവിക്കാൻ സാധിക്കണം. എനിക്കൊരു മാസം വരുമാനം ഉള്ളതിന്റെ അതിന്റെ ചെലവ് ഞാൻ കണ്ടെത്തി അതിൽ നിന്നുകൊണ്ട് ചെലവ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കണം. ചിലപ്പോൾ നമ്മുടെ ചില ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരും. മറ്റുള്ളവരുടെ മുൻപിൽ ചിലപ്പോൾ മറ്റുള്ളവരെ പോലെ തന്നെ തല ഉയർത്തി നടക്കാൻ പറ്റാത്തൊരു അല്ലെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് വേണമെന്ന് തമ്പുരാൻ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. തമ്പുരാൻ ആഗ്രഹിക്കേണ്ടത് എന്താ? തമ്പുരാന്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ്. സ്നേഹത്തോടു കൂടി മക്കളുടെ കൂടെ ഇരുന്ന് ഭാര്യയും മക്കളും അല്ലെങ്കിൽ മാതാപിതാക്കളും ഒരുമിച്ചിരുന്ന് ഉള്ളത് പങ്കുവെച്ച് കഴിക്കുമ്പോൾ വിഭവസമൃദ്ധമായ സദ്യയാവണമെന്നല്ല തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. കുടിക്കുന്നത് കഞ്ഞിയാണെങ്കിലും കൂട്ടുന്നത് ചമ്മന്തിയാണെങ്കിലും സന്തോഷത്തോടെ ആണെങ്കിൽ അത് വിവേകത്തിന്റെ അടയാളമാണ്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത്തെ ദിവസത്തിലെ ഈ ചിന്തകൾ ഞാൻ പങ്കുവയ്ക്കുന്നത് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും കൂടി പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ നമ്മൾ കുറച്ചും കൂടി വിവേകത്തോടു കൂടി നമ്മൾ ഇടപെടണം. നമ്മൾ വിവേകശൂന്യരായി മാറരുത്. നമ്മുടെ ഉള്ളിൽ ഒരു കരുതലും കൂടി വേണമെന്ന് ഈ സുവിശേഷ ഭാഗം കരുതി വെക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിലെ സ്വർഗരാജ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വിവേകവതികളായ കന്യകമാരെ അവർ എണ്ണയും കരുതി എന്നാ പറയുന്നത്. അതുകൊണ്ട് ഉള്ളതിൽ നിന്ന് ഒരു ചെറിയ പങ്ക്, ഒരു കരുതൽ വെക്കുവാനായിട്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമുക്ക് കുറേയും കൂടി വിവേകത്തോടു കൂടി ഇടപെടാനായിട്ട്, വിവേകം എന്ന പുണ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട്, നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ പ്രവൃത്തികളിലെ, നമ്മുടെ സംസാരങ്ങളിലെ, നമ്മുടെ സംസർഗങ്ങളിലെ, നമ്മുടെ സാന്നിധ്യങ്ങളിലെ കുറച്ചും കൂടി വിവേകത്തോടുകൂടി നമുക്ക് ഇടപെടാം. അങ്ങനെ നമ്മൾ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷനായ മനുഷ്യനേക്കാൾ അപ്പുറത്ത്, പാറപ്പുറത്ത് ഭവനം പണിത വിവേകവതിയായ ഒരു മനുഷ്യനായിട്ട് മാറട്ടെ. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാകട്ടെ. അങ്ങനെ നിത്യജീവനിലേക്കും സ്വർഗരാജ്യത്തിലേക്കും നമ്മൾ പ്രവേശിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആഗതമാകുന്ന ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങൾ വളരെ നേരത്തെ തന്നെ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.